ഇവനെ ഏത് രാജ്യത്തേക്കാ നീ അയക്കാൻ പോകുന്നേ? പോക്കൊക്കെ റെഡിയാക്കിയോ? അല്ല, നിരഞ്ജന് UK ഞാനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ടേ. എത്രയും പെട്ടെന്ന് ഇവനെ കയറ്റിവിടണം. അത് ശരി, അപ്പൊ എന്നെ പാക്ക് ചെയ്യാനാ പരിപാടി. കാണിച്ചു തരാം. നോക്കിയിരിക്കാതെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വാ, നമുക്കൊന്ന് പുറത്തു പോണം. ഇടയ്ക്ക് ഓഫീസിലൊന്ന് ഇറങ്ങണം. എന്താടാ ഇത്? എപ്പോഴും ഓഫീസ്, ബിസിനസ്, പണം, അതിനപ്പുറത്തേക്കൊരു ലോകം ഇല്ലേ നിനക്ക്? സ്വന്തം ഭാര്യയും മുത്തശ്ശിയും ഇങ്ങനെ തളച്ചിടാതെ അവർക്കിടയ്ക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് കൊടുക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, നീ ഇന്നൊരു ദിവസത്തേക്ക് ലീവ് എടുക്ക. നമുക്ക് വർഷയും മുത്തശ്ശിയൊക്കെ കൂട്ടി ഒരു ഔട്ടിങ്ങിന് അങ്ങ് പോവാം. ദേ, ചെലവല്ല എന്റെ വക. ഓക്കെ? ശരി, ആയിക്കോട്ടെ. നമ്മൾ ഒരുമിച്ച് ഔട്ടിങ്ങിന് പോകും. മാറും മച്ചു. പക്ഷേ യാത്രക്ക് തയ്യാറാക്കിയോ? എങ്ങോട്ടാണ് മച്ചു നമ്മൾ യാത്ര പോകുന്നത്? തൽക്കാലം നമ്മൾ രണ്ടുപേരും കൂടി എന്റെ ഓഫീസിലേക്കാ പോകുന്നത്. അവിടെ നിന്റെ വിദേശയാത്രയ്ക്കുള്ള എല്ലാ ഏർപ്പാടുകളും സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും. അതിനിടയില് എന്റെ ഭാര്യയെ മുത്തശ്ശിയായിട്ട് ഒരു ഔട്ടിങ്ങിന് പോവാൻ നിനക്ക് സമയമില്ലടാ. വാ, നടക്ക്. വാ, നടക്കുന്നേ. നീ പോ. ഞാൻ വരാം. മോളെ, വിക്രമിന് മാനസിക പ്രശ്നം വല്ലതും ഉണ്ടോ? എന്തോ അച്ഛമ്മയ്ക്ക് ഈയിടെയായിട്ട് അങ്ങനെ ഒരു തോന്നല്. അങ്ങനെയൊന്നുമില്ല. മാനത്തും മഴ കൊണ്ട പോലെ മുഖം കറക്കും, പെട്ടെന്ന് തെളിയും, വീണ്ടും കറക്കും. ഇതൊരു തരം മാനസിക രോഗമല്ലാതെ മറ്റെന്താ മോളെ? അച്ഛമ്മേ, അത് പിന്നെ സുഹൃത്തായ നിരഞ്ജനെ പിണക്കാനും വയ്യ, പിണക്കാതിരിക്കാനും വയ്യ. അങ്ങനെ ഒരു മാനസിക പ്രശ്നം ഏട്ടന്, അല്ലാതെ മറ്റൊരു പ്രശ്നമല്ല അച്ഛമ്മേ. ആരായി നിരഞ്ജൻ? അയാൾ ഏട്ടന്റെ സുഹൃത്ത് മാത്രമാണോ? അതിലുപരി എന്തൊക്കെയോ രഹസ്യ ഇടപാടുകളില്ലേ? അതെന്തായിരിക്കും? മാനത്തെ കൊട്ടാ